വീഡിയോഗ്രാഫി ഡ്യൂട്ടി ഫുള്ള് അക്കൂനാണേ. രാവിലെ ഏകദേശം ഒരു 8 മണിയായപ്പോൾ തന്നെ നമ്മൾ കുഞ്ഞാടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. കൊട്ടിത്താപ്പം മരിച്ചിട്ട് ഇന്നേക്ക് 9 ദിവസമാവുകയാണ്. അപ്പോൾ 9ാമത്തെ ദിവസം നമുക്ക് ചെറിയ ദിക്കറും പരിപാടികളും ഒക്കെ ഉണ്ട് കേട്ടോ. രാവിലെ വന്നിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് തന്നെയാണ് കഴിക്കുന്നത്. ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ഞാൻ പിന്നാമ്പുറ കാഴ്ചകളും കൂടി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചോറും സാമ്പാറും അവിയലും ഒക്കെ വെക്കുന്നുണ്ട്. ചോറ് വെന്തോ ഇല്ലയോ എന്നുള്ള സംസാരത്തിലാണ് കേട്ടോ കുഞ്ഞായും കൊച്ചാപ്പായും ഉള്ളത്. അങ്ങനെ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അടുക്കളയിൽ ഒരു സ്ഥലത്ത് അവിയലൊക്കെ ഏകദേശം റെഡിയായി എല്ലാം മാറ്റുന്നുണ്ട്. അടുക്കളയൊക്കെ അത്യാവശ്യം നല്ല മെസ്സാണ്. എല്ലാവരും കയറി ഇറങ്ങുന്ന സ്ഥലമാണല്ലോ. മൂസനായും ഷാക്കുട്ടനും ഒക്കെ റെഡിയാവുന്നതേ ഉള്ളൂ. 9-9:30 ആവും ഉസ്താക്കന്മാർ വീട്ടിലേക്ക് എത്താനായിട്ട്. പിള്ളേർ ഒരുപാടുള്ള വീടായതുകൊണ്ട് തന്നെ പലരും മാറി മാറിയാണ് പിള്ളേരെ എടുക്കുന്നത്. എന്നാലേ ജോലിയൊക്കെ നടക്കത്തുള്ളൂ. ബിരിയാണി കഴിക്കാത്തവർക്ക് ചോറിൻ്റെ കൂടെ ചൂരക്കറിയും ഉണ്ട് കേട്ടോ. ചൂര കട്ട് ചെയ്യുന്നത് ഷിഫാനയാണേ. എല്ലാവരും പല പല ജോലിയിലായതുകൊണ്ട് ചൂര കട്ട് ചെയ്യുന്ന ദൗത്യം ഷിഫാന ഏറ്റെടുത്തേ. സാധാരണഗതിയിൽ വാപ്പായും കൂടാറുണ്ട്. വാപ്പാക്ക് ഇന്നലെ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ചെറിയൊരു റെസ്റ്റിലാണ്. അതുകൊണ്ട് ഫുൾ ദൗത്യം ഷിഫാന ഒറ്റയ്ക്ക് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. 2 ചൂര ഉണ്ടായിരുന്നേ. അത് രണ്ടും അവൾ തന്നെ ക്ലീൻ ചെയ്ത് ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഫിഷ് കറിയൊക്കെ റെഡിയായി. കൊച്ചാപ്പ അതിന് ഉപ്പും പുളിയൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പം ടേബിളും ചെയറും ഒക്കെ നിരന്നിട്ടുണ്ടായിരുന്നേ. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ സ്ഥലം കുറവായതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൻ്റെ ഫ്രണ്ടിലും കൂടി കുറച്ച് ചെയർ ഇടുന്നുണ്ടായിരുന്നേ. 300ഓളം ആൾക്കാരെയാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് പ്രതീക്ഷിച്ചേക്കുന്നത് കേട്ടോ. ഉസ്താക്കന്മാരൊക്കെ വരുന്നതിന് മുമ്പ് ഉമ്മ വീട് മൊത്തത്തിൽ ഒന്ന് പുകയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും സുബിനായും നേരത്തെ തന്നെ അക്കുവിൻ്റെ റൂമിൽ ഇരിപ്പിടമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ആൾക്കാർ വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ നേരത്തെ കയറി റൂമിൽ സ്ഥലം പിടിച്ചത്. പിന്നെ ഒരു തിക്കും തിരക്കുമായിരിക്കും കേട്ടോ. എവിടെ ഇരിക്കണം, എങ്ങോട്ട് പോകണം എന്നൊന്നും പറയാൻ പറ്റൂലേ. അതുകൊണ്ട് തന്നെ എയ്സിനെയും കൊണ്ട് ആദ്യമേ തന്നെ നമ്മളങ്ങ് റൂമിൽ കയറി. ആ ഒരു സമയം കൊണ്ട് ദിക്കറൊക്കെ കഴിഞ്ഞിരുന്നു. എന്നിട്ട് എല്ലാവർക്കും ഒജീനൊക്കെ കൊടുത്തു കേട്ടോ. അലുവയും തണ്ണിമത്തനും ആപ്പിളും പൈനാപ്പിളും ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നേ. ഓരോ പന്തിയിലായിട്ട് ബിരിയാണി വിളമ്പി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ പന്തിയിൽ ആൾക്കാരും എഴുന്നേറ്റ് കഴിഞ്ഞു. ഓരോരുത്തരായിട്ട് വീട്ടിൽ പോവുകയാണ് കേട്ടോ. 2:30 ആയപ്പോഴത്തേക്ക് എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഷിഫാന നേരെ പള്ളിക്കൽ പോവാണ്. ഞാനിന്ന് ഇവിടെ തന്നെയാണേ. അങ്ങനെ ഇവിടെ വന്നവരടുത്തൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ ഫോൺ മേടിച്ച് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളേ.